ചില വിജയങ്ങൾ ക്ഷണഭങ്കുരമായിരിക്കും. ഞാനത് ഈ അടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ കേട്ടൊരു വാക്കാണ്. 30 വയസ്സായതിൻ്റെ ഭാഗമായിട്ട് ഈ അടുത്ത് എനിക്കൊരു MRI എടുക്കേണ്ടി വന്നു. കാര്യം എൻ്റെ കാശ് കുറച്ച് പോയെങ്കിലും ഞാനിത് വളരെ എക്സൈറ്റഡ് ആയിരുന്നു. നമ്മളതൊക്കെ സിനിമകളിലും റീലുകളിലല്ലേ കണ്ടിട്ടുള്ളൂ. ആദ്യമായിട്ടാണ് ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. പ്രൊസീജിയർ തുടങ്ങി, അതിനകത്തേക്ക് കയറ്റി. ആദ്യത്തെ 10 മിനിറ്റ് വളരെ എക്സൈറ്റിംഗ് ആയിരുന്നു. ഒബ്സർവേഷൻ മോഡിലായിരുന്നു. 10 മിനിറ്റിന് ശേഷം എൻ്റെ കിളി പോയി സാറേ. എൻ്റെ ഹാർട്ട് റേറ്റ് വളരെയധികം കൂടാൻ തുടങ്ങി. എനിക്ക് ശ്വാസം എടുക്കാൻ വളരെ ബുദ്ധിമുട്ടായി തുടങ്ങി. അപ്പോൾ എൻ്റെ മൈൻഡ് എൻ്റെ ബോഡിയോട് പറയുന്നുണ്ട്, ഇതൊക്കെ നാട്ടിൽ നടപ്പുള്ള കാര്യങ്ങളാണ്, ഇതിനൊന്നും പേടിക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ എൻ്റെ ബോഡിക്ക് ഇത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഏതാണ്ട് 20 മിനിറ്റ് ആയപ്പോഴേക്കും എനിക്ക് തല കറങ്ങാൻ തുടങ്ങി. അതിൻ്റെ ഉള്ളിൽ ബോധം കെട്ട് വീഴണ്ടെന്ന് കരുതി ഞാൻ അപ്പം തന്നെ എമർജൻസി ബട്ടൺ അമർത്തി. എന്നെ പുറത്തേക്ക് എടുത്തു. ടെക്നീഷ്യൻ വന്ന് എന്നോട് ചോദിച്ചു, എന്താ മോനെ പേടിയുണ്ടോ എന്ന് ചോദിച്ചു. എനിക്കതിന് കൃത്യമായൊരു ഉത്തരവില്ല, കാരണം എനിക്ക് പേടിയുണ്ടോ ഇല്ലയെന്ന് അറിയില്ല. അവരെനിക്ക് 2 ഓപ്ഷൻസ് തന്നു. ഒന്നുകിൽ 15 മിനിറ്റ് ഇത് കണ്ടിന്യൂ ചെയ്യാം, അല്ലെങ്കിൽ ആദ്യം മുതൽ പിന്നെയും ചെയ്യണമെന്ന്. ഐ ആം ട്രാപ്ഡ്. എങ്ങനെയൊക്കെയോ ധൈര്യം സംഭരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, നമുക്ക് കണ്ടിന്യൂ ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നുള്ള 15 മിനിറ്റ് ഒന്നും പറയാനില്ല, പേടിച്ച് കണ്ണ് കൂട്ടി കിടക്കുകയായിരുന്നു. ഒടുവിൽ വിജയശ്രീയിലെ ആളുതനായിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. റിസൾട്ടുമായിട്ട് ഞാൻ ഡോക്ടറുടെ അടുത്ത് തന്നു. നല്ലവനായ ഡോക്ടർ എൻ്റെ റിസൾട്ടൊക്കെ നോക്കി, ഇമേജസ് ഒക്കെ നോക്കിയിട്ട് എന്നോട് പറഞ്ഞു, വസീം എക്സ്ട്രാ പൈസ ഒന്നും തരണ്ട, പക്ഷേ ഇതിലൊരു വ്യൂ മിസ്സിംഗ് ആണ്, അതുകൊണ്ട് MRI ഒന്നുകൂടി എടുക്കേണ്ടി വരും.